കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്ന് ചിന്തിക്കുന്നതിന്റെ മുന്നേ എൻ്റെ ഒരുപാട് പ്രയോറിറ്റീസ് മാറി. ഞാൻ പോലും അറിയാതെ ഈ കുഞ്ഞു മനുഷ്യൻ എൻ്റെ ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളായി. ഇതൊരു അടിപൊളി ഫീലിംഗ് ആണ്. മദർഹുഡ് ഒരു ബ്യൂട്ടിഫുൾ ജേർണിയാണ്. പക്ഷെ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ മുന്നേ ഇഷ്ടത്തോടു കൂടെ ചെയ്തിരുന്ന പല കാര്യങ്ങളും ഇന്ന് ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ. ഇത് പറഞ്ഞപ്പോൾ അമ്മ പറയാ, സമയം അതിന് ആർക്കും കിട്ടുന്നതല്ലല്ലോ, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ സമയം ഉണ്ടാക്കല്ലേ വേണ്ടതെന്ന്. ശരിയാണ്. ഇന്നങ്ങനെ ഞാൻ കുറച്ച് സാഹചര്യവും സമയവും ഉണ്ടാക്കി എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒരു ഒളിച്ചോട്ടോ മാറി നിൽക്കലോ ഒന്നും അല്ലാട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തുടർന്നും ഹാപ്പി ആയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ചെറിയൊരു റീചാർജിങ്. ഹാപ്പി മദേഴ്സ് ക്യാൻ റേസ് ഹാപ്പി കിഡ്സ് എന്നാണല്ലോ. നമ്മുടെ ഉള്ളിൽ എന്താ ഉള്ളത് അതല്ലേ നമുക്കും പകർന്നു കൊടുക്കാൻ പറ്റുക. ലൈഫിൽ പല സ്റ്റേജസിലും പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. പഠിച്ചെടുത്തതിൽ ഞാൻ ഏറ്റവും പ്രൗഡായിട്ടുള്ളതും എന്നെ ഏറ്റവും ഇൻഡിപെൻഡന്റ് ആക്കിയൊരു കാര്യമാണ് ഡ്രൈവിംഗ്. ഇപ്പൊ കാറിന് ഇറങ്ങിയത് തൊട്ട് കുറച്ച് മണിക്കൂർ എന്നെ റീചാർജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ ചെറിയ വീഡിയോ എടുക്കലും കുട്ടി ഷോപ്പിങ്ങും പിന്നെ ഒരു ലഞ്ചും. ചുരുക്കി പറഞ്ഞാൽ ടേക്കിംഗ് മൈസെൽഫ് ഓൺ എ ഡേറ്റ്. നമുക്ക് വേണ്ട സമയവും സന്തോഷവും ഒക്കെ ഇടയ്ക്കെങ്കിലും നമ്മൾ നമുക്ക് വേണ്ടി കണ്ടുപിടിക്കണം എന്നുള്ളത് അമ്മ വെറുതെ പറഞ്ഞതല്ല കേട്ടോ. അമ്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. അമ്മ പറയുന്ന പോലെ തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ സന്തോഷവും നമ്മുടെ കാര്യങ്ങളും നമ്മൾ തന്നെ മറന്നുപോയി കഴിഞ്ഞാൽ ഒപ്പമുള്ള ആൾക്കാരും അത് മറന്നു തന്നെ നടിക്കും. അങ്ങനെ മറന്നുപോയ ഒരാളാണ് അമ്മ. അതുകൊണ്ടത് മറക്കാതിരിക്കാൻ എന്നെ ഓർമ്മിപ്പിക്കുന്ന ആളുമാണ് അമ്മ. മുന്നത്തെ പോലെ പുറത്തു പോകുമ്പോൾ മൈൻഡ് ഫ്രീ ഒന്നും അല്ല കേട്ടോ. ഓരോ മിനിറ്റും അവൻ എന്താ ചെയ്തോണ്ടിരിക്കുന്നത് എന്നുള്ള ചിന്തയുണ്ട്. ഈ മോം ഗിൽറ്റ് ഇല്ലേ, അത് മൈൻഡിലൊരു ത്രെഡായിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും അതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കരുത് എന്നാണ് എക്സ്പീരിയൻസ്ഡ് ഹാപ്പി മദേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. 1-2 ജീൻസ് മേടിക്കുക, ഈ കണ്ണട ഒന്ന് ശരിയാക്കുക, യുവിയുടെ 1-2 ഫോട്ടോസ് ഒന്ന് പ്രിന്റ് ചെയ്യുക. കുറേ കാലമായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചെയ്തു തീർന്നപ്പോൾ മനസ്സിനൊരു സന്തോഷവും എനർജിയൊക്കെ. അങ്ങനെ സന്തോഷത്തോടു കൂടി ഈ ഒരു ദിവസം തീർന്നപ്പോൾ ഞാൻ എനിക്ക് തന്നെ ഒരു പ്രോമിസ് കൊടുത്തു, ഇങ്ങനത്തെ ദിവസങ്ങൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഇടയ്ക്കുണ്ടാവും. ഇന്ന് എനിക്കിത് ചെയ്യാൻ പറ്റിയത് അമ്മയും അച്ഛനും എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നമുക്ക് അവർക്കുള്ള ഒരു സമ്മാനം കൊടുത്ത് നിർത്താം.